ഹായ്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. തിങ്കളാഴ്ച ഫസ്റ്റ് അവർ എൻവയൺമെൻറ്റൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഓപ്പൺ കോഴ്സിൻ്റെ അവറാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? നോയ്സ് പൊല്യൂഷൻ. ഇന്ന് നമുക്ക് കാണാനുള്ളത് റേഡിയേഷൻ പൊല്യൂഷൻ. ഇതും ഒരു 30-35 മിനിറ്റ് വീഡിയോ കൊണ്ട് അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് സ്പീഡിലാക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഞാൻ നേരെ സ്ലൈഡിലേക്ക് പോവാണ്. ഫർദർ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലല്ലോ. എല്ലാവരും അറ്റൻഡൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ക്ലാസ്സിന് താഴെ. ഓക്കെ, അതർ ടൈപ്സ് ഓഫ് പൊല്യൂഷനിൽ രണ്ടാമത്തെ പൊല്യൂഷനാണ് നമ്മൾ പറയുന്ന റേഡിയേഷൻ പൊല്യൂഷൻ. എന്താണ് റേഡിയേഷൻ പൊല്യൂഷൻ? Environmental pollution caused by extremely dangerous radiations from sources introduced into the environment by human activities is called radiation pollution. എന്താ മലയാളത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെന്റിലേക്ക്, പരിസ്ഥിതിയിലേക്ക് എന്താ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയേഷൻസ് വരുന്ന പുറത്ത് വിട്ടുകൊണ്ട് അല്ലെങ്കിൽ പുറത്ത് വന്നാൽ ഉണ്ടാകുന്ന പൊല്യൂഷനാണ് ഈ പറയുന്ന പരിസ്ഥിതി ആഘാതമാണ് എന്ത്? റേഡിയേഷൻ പൊല്യൂഷൻ. എൻവയൺമെന്റൽ പൊല്യൂഷൻ കോസ്ഡ് ബൈ extremely dangerous radiations from sources introduced in the environment by human activities is called radiation pollution. And regarding sources, നമ്മൾ ഇന്നലെ പറഞ്ഞേ നമ്മൾ എന്താണ് പൊല്യൂഷൻ എന്ന് പറയുന്നു, അതിന്റെ സോഴ്സസ്, അങ്ങനെയുള്ള കുറെ ഒരു 4 ആസ്പെക്ട്സിൽ അല്ലെങ്കിൽ ഒരു 5 ആസ്പെക്ട്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പോൾ അതിൽ രണ്ടാമത്തെ കാര്യമാണ് സോഴ്സസ്. There are 2 major natural sources. ഒന്ന്, high energy radiation from sun and other cosmic bodies. Fortunately, there are very few radiations coming out of cosmic bodies because of the presence of ozone layer in the upper atmosphere. ഈ ഓസോൺ ലെയറായിട്ട് ബന്ധപ്പെട്ട കോൺട്രവേഴ്സീസ് ഇപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ ഡെക്കേഡിൽ ഒരുപാട് കണ്ടു. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഓസോൺ ലെയർ അതിൻ്റെ പഴയ സ്ഥിതി പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പഴയ സ്ഥിതിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, സൂക്ഷ്മങ്ങളൊക്കെ അടഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ ഓസോണാണ് നമ്മളെ റേഡിയേഷൻ അപ്പർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് റേഡിയേഷൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്താതെ തടയുന്നത്. കുറച്ച് തിയറിയൊക്കെ ഉണ്ട്, നമുക്കത് തൽക്കാലം അതിന് ഞാൻ പറയുന്നില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ, മിനറൽ ഡെപ്പോസിറ്റ്സ് കണ്ടെയ്നിങ് റേഡിയോ ന്യൂക്ലിയൈഡ്സ് റിലീസ് അയോണൈസിംഗ് റേഡിയേഷൻസ് വിച്ച് ക്യാൻ കോസ് റേഡിയേഷൻ പൊല്യൂഷൻ നാച്ചുറലി. ഫോർ എക്സാമ്പിൾ, black sand or monazite sand present in the coastal regions of Kollam, Thiruvananthapuram districts of Kerala produce beta and gamma radiations and causes skin cancers to many. ഈ ചവറ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ നീണ്ടകര ചവറ ആ സ്ഥലത്തൂടെ നിങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ കടൽ തീരത്തിലും മഴ നല്ല കരിമണല കറുത്ത നിറത്തിലുള്ളൂ. അത് മോണസൈറ്റ് സാൻഡ് എന്നറിയപ്പെടുന്നത്. ആ മോണസൈറ്റിൽ നമുക്ക് ഒരുപാട് ആവശ്യമുള്ള തോറിയം, അതുപോലെ റേഡിയോ ആക്റ്റീവായിട്ട് തോറി, അതുപോലെ കുറച്ച് സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് ന്യൂക്ലിയർ ഫ്യൂവൽസ് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അതിനുള്ളത്. ഇനിവേ നമ്മുടെ ആവശ്യത്തിലുള്ളൂ, നമ്മൾ പറയേണ്ട കാര്യത്തിലുള്ളൂ. അപ്പോൾ ഈ ബ്ലാക്ക് സാൻഡിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഇങ്ങനെ റേഡിയേഷൻസ് ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കും. ആൽഫ റേഡിയേഷൻസ്, ബീറ്റ റേഡിയേഷൻ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇത് കൗണ്ടേഴ്സ് ഉണ്ട്. ഈ റേഡിയേഷൻ്റെ പ്രസൻസ് മനസ്സിലാക്കാനുള്ള കൗണ്ടേഴ്സ്, എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഗീഗർ മുള്ളർ കൗണ്ടർ, GM കൗണ്ടർ എന്നൊക്കെ പറയും. അത് ബസർ അടിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ആ പരിസരത്തോട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ബസർ അടിക്കും. ഈ ഓരോ ബസറിനും ഓരോ റേഡിയേഷൻ വരുന്നതാണ് മീനിങ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ വേണ്ടി ടെസ്റ്റ് ചെയ്യാം. കൊണ്ടുപോയി നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്താൽ അതിങ്ങനെ ബസ്സിങ് അടിക്കുന്നത് കാണാൻ പറ്റും. ഇതുപോലെ റേഡിയേഷൻ അവിടെയുണ്ട്. അത് നമുക്ക് സ്കിൻ ക്യാൻസറുകളോ തൈറോയിഡ് ക്യാൻസറുകളോ മറ്റ് ക്യാൻസറുകളോ നമുക്ക് ഉണ്ടാക്കാം. ഇനി അത് നാച്ചുറൽ സോഴ്സസ് ആണെങ്കിൽ, ഇനി മാൻമെയ്ഡ് സോഴ്സസ് ആണ് അടുത്ത് പറയുന്നത്. Medical diagnosis using X-rays. The use of X-rays for medical diagnosis constitutes an important source of radiation pollution as they are highly penetrating in nature. X-rays പൊല്യൂഷൻ ഉണ്ടാക്കും. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ എക്സ്റേ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ എക്സ്റേ യൂണിറ്റുകളൊക്കെ കഴിയുന്നതും ഈ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി ഒഴിഞ്ഞ സ്ഥലത്ത് തന്നെ സാധാരണ പ്രവർത്തിപ്പിക്കുക. ഹോസ്പിറ്റലുകൾ തന്നെ ഏറ്റവും പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് മാറി വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടിട്ട് പ്രവർത്തിപ്പിക്കുക. 2, റേഡിയോ തെറാപ്പി. ക്യാൻസറൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ബ്രാഞ്ച് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് റേഡിയോ തെറാപ്പി. റേഡിയോ ന്യൂക്ലിയൈഡ്സ് യൂസ്ഡ് ഇൻ റേഡിയോ തെറാപ്പി ഡിസീസസ് ലൈക്ക് ക്യാൻസർ constitute a source of radiation pollution as they are often indiscriminately used and improperly handled.
ഇങ്ങനെ വരുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് വളരെ എക്സ്പെർട്ടൈസ് ചെയ്ത് പേഴ്സൺസ് ഉപയോഗിച്ചില്ലെങ്കിൽ അത് റേഡിയേഷന് കാരണമാവും. കൃത്യമായി ശ്രദ്ധിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അലക്ഷ്യമായിട്ട് ഉപയോഗിച്ചാൽ അതൊക്കെ പ്രശ്നം ഉണ്ടാകും. മൂന്നാമത്തെ, ന്യൂക്ലിയർ ടെസ്റ്റ് ആൻഡ് റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ട്സ്. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ടെസ്റ്റ് carried out by various countries pose a major radiation threat to all living organisms as they introduce a large quantity of long-lived radionuclides to the environment, which gets distributed all over the globe. നിങ്ങൾ ഓപ്പറേഷൻ ലാഫിംഗ് ഓഫ് ബുദ്ധ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ, ഇന്ത്യ നടത്തിയ പൊക്രാൻ മരുഭൂമിയിൽ ഇന്ത്യ നടത്തിയ അണുപരീക്ഷണമായിരുന്നു ഈ ന്യൂക്ലിയർ ടെസ്റ്റ് ആയിരുന്നു ലാഫിംഗ് ഓഫ് ബുദ്ധ. ഒരു ബുദ്ധപൂർണ്ണ ദിവസത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ വാജ്പേയി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതുണ്ടായിരുന്നത്. 1974 ഇതുപോലെ ലാഫിംഗ് ഓഫ് ബുദ്ധ ഒരു ബുദ്ധപൂർണ്ണ ദിവസത്തിലുണ്ടായിരുന്നു. അത് ആദ്യത്തെ ടെസ്റ്റുകളായിരുന്നത് 1974 ഇനിവേ ഈ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്താ, ഒരിക്കലും ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായാലും പുതിയ ന്യൂക്ലൈഡ്സ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാറ്റ് വഴിക്കോ മറ്റു വഴിക്കോ ഈ മൊത്തം ഈ ലോകത്തൊട്ടാകെ വ്യാപിക്കും ഈ സാധനം. ഇന്ത്യയിൽ മാത്രമല്ല, ഇനി പൊക്രാനിൽ മാത്രമല്ല. ഇപ്പൊ ഈ അടുത്ത് ഇന്ത്യ അവസാനം നടത്തിയത് 1998 ഇപ്പോൾ ഈ നോർത്ത് കൊറിയ കിങ് ജോങ് ഉവാനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? കിങ് ജോങ് ഉൻ ആ ഒരു ഏകാധിപതിയായിട്ടുള്ള ഭരണാധികാരിയാണ്. ഒരുപാട് വാർത്തകളൊക്കെ നിറഞ്ഞേക്കുന്ന ഒരാളാണ്. പുള്ളി ഇങ്ങനെ ന്യൂക്ലിയർ ടെസ്റ്റുകൾ ഇങ്ങനെ നടത്തുന്നുണ്ട്. അതൊക്കെ ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ഉയർന്നു പൊങ്ങി ഈ മെറ്റീരിയൽസ് ഒക്കെ കാറ്റ് വഴിക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പറയുന്നത് റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ട്. The radioactive dust that falls to the earth after a nuclear explosion is called a radioactive fallout. ഒരു റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ടെസ്റ്റ് നടന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റേഡിയോ ആക്റ്റീവായിട്ട് ഡസ്റ്റ്, മെറ്റീരിയൽസിന്റെ ഡസ്റ്റ്, അതിൽ മണ്ണ് അതെല്ലാം ഉണ്ടാവും, പൊടി, ഇങ്ങനെയുള്ള സാർ. അത് ആ ഡസ്റ്റിനെ വിളിക്കുന്ന പേരാണ് റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ട്. ഇറ്റ് ഗെറ്റ്സ് സസ്പെൻഡഡ് ഇൻ എയർ അപ് ടു 7 to 8 kilometers high above earth surface and are carried by air currents around the world. 7 മുതൽ 8 കിലോമീറ്റർ അകലെ ഉയരത്തിൽ വരെ ഇത് പൊന്തും. അതിങ്ങനെ കാറ്റ് വഴിക്ക് ലോകത്തെട്ടാകെ ഇങ്ങനെ പരന്നെത്തും എന്ന് പറയണേ. അടുത്തുള്ള രാജ്യങ്ങൾക്ക് ആദ്യം എത്തും. The dust contains radionuclides which usually settle down with rain and pollute soil and water. From the soil they enter into plants and thereby enter the food chain. Once they enter the body of a living organism, they radiate internally throughout its lifespan. ഒരു ജീവിതകത്ത് എന്ന് കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ റേഡിയേഷൻ പുറത്തുകൊണ്ടിരിക്കും. അത് അതിൽ തന്നെയും ബാക്കിയുള്ള ജീവജാലങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്, പ്ലാന്റ്സ് ആയാലും അനിമൽസ് ആയാലും. നാലാമത്തെ സോഴ്സ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. The leakage of nuclear radiation from nuclear reactors contributes considerably to radiation pollution. ഇപ്പൊ പ്രകൃതി എന്നല്ല, ഇപ്പൊ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസിഡൻസുകൾ അല്ലെങ്കിൽ പൊല്യൂഷൻ കൂടുതൽ നടക്കുന്നത് ഈ നമ്മുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ നിന്നാണ്. നമ്മുടെ അടുത്ത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. തൂത്തുക്കുടി, അതാ ടൂട്ടിക്കോറി എന്ന് ഇംഗ്ലീഷിൽ പറയും, കൂടംകുളം. തൂത്തുക്കുടിക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് കൂടംകുളം. ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് സമരമൊക്കെ നടന്നു. എന്നാലും ഇപ്പോൾ അത് വർക്കിംഗ് ആയി. 2 യൂണിറ്റ് വർക്കിംഗ് ആയി. അതിൽ 6 യൂണിറ്റാണ് പ്ലാൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു യൂണിറ്റ് കോറാണ് പ്രധാനമായിട്ട് യൂണിറ്റ്. അതിനോട് അനുബന്ധ സാമഗ്രികൾ ഉണ്ടാവും, വേറൊരു കോറ്, അങ്ങനെ ആ കോറുകളുടെ നമ്പറാണ് എന്ത് പറയുന്നത്. ഇപ്പം നിങ്ങൾ മൊബൈൽ തന്നെ ക്വാഡ്ര കോർ, ഡ്യുവൽ കോർ, ഒക്ടാ കോർ എന്നൊക്കെ ഉണ്ടല്ലേ, ഇത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇതിൽ മെയിൻ സെൻട്രൽ പാർട്ടാണ് ഈ ഫങ്ഷൻ, ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻട്രൽ പാർട്ടാണ് കോർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഒരു കോറും അതിനനുബന്ധ സാമഗ്രിയും കൂടിയാണ് യൂണിറ്റ് 1, യൂണിറ്റ് 2. അങ്ങനെ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് ഒരിക്കലും ആരംഭിക്കാറില്ല. കാരണം അതിനനുബന്ധ സാഹചര്യങ്ങളൊക്കെ ഒന്നിച്ചു വരുമ്പോൾ ഒരു 2-3 യൂണിറ്റുകളെങ്കിലും ഒന്നിച്ചുണ്ടായാലേ അതിന് ലാഭകരമാവുള്ളൂ. ദെൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. പവർ പ്ലാന്റ്സ് പവർ പ്രൊഡക്ഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു തരം റിയാക്ടർ തന്നെ. The nuclear power plants set up in various parts of the world for the purpose of producing power have become a major threat to the whole world. Radioactive waste. They cause widespread radiation damage from wherever they are deposited, irrespective of whether it is deep under the earth's surface or in the deepest portion of the oceans. സാധാരണ ഇത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ പവർ പ്ലാന്റുകളിൽ നിന്ന് കിട്ടുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള പാറ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ബോറോലടിക്കുന്ന പോലെ തുറന്നു വരുന്ന അങ്ങറ്റം 2-3 കിലോമീറ്റർ താഴ്ത്തിക്ക് എത്തി. എന്നിട്ട് അവിടെ ഈ സാധനങ്ങൾ കുഴിച്ചിട്ട്
അതിന് മേലെ കോൺക്രീറ്റ് വെച്ച് സീൽ ചെയ്യും. ആ സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും പുറത്തു വരില്ല. പിന്നെ ഭൂമി കുലുക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പുറത്തു വന്നെങ്കിലായി. നോർമലി അത് സാധ്യതയില്ല. അല്ലെങ്കിൽ ഈ കിലോമീറ്ററുകൾ 30-40 കിലോമീറ്റർ ആഴമുള്ള കടലിൽ അതിൻ്റെ അടിത്തട്ടിൽ കൊണ്ടുപോയിട്ട് ഈ കോൺക്രീറ്റ് ചേമ്പറുകളാക്കി അവിടെ സീൽ ചെയ്യുകയാണ് ചെയ്യണത്. പുറത്തു വരും. പിന്നെ സുനാമിക്ക് വരുമ്പോഴേ പുറത്തു വരുള്ളൂ. പക്ഷെ അത്ര സേഫ് ഒന്നല്ല, അതല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല നമുക്ക്. They cause widespread radiation damage from wherever they are deposited, irrespective of whether it is deep under the earth's surface or in the deepest portion of the oceans. അതിൻ്റെ നമ്മൾ വായിച്ചേ. അപ്പോൾ നിങ്ങൾ മറന്നു കളഞ്ഞേക്ക്. അത് റേഡിയോആക്റ്റീവ് വേസ്റ്റ് റിപ്പറ്റേഷൻ ആണ്. സോറി ഫോർ ദ റിപ്പറ്റേഷൻ. Radioactive ore processing. 7th one, radioactive ore processing. Radionuclides from the mining and processing units of radioactive ores pollute soil, water and air and cause extensive radiation pollution. ഇപ്പോൾ ഈ മോണോസൈറ്റ് സാൻഡ് നമ്മളിവിടെ അത് പ്യൂരിഫൈ ചെയ്ത് തോറിയം അല്ലെങ്കിൽ ടൈറ്റാനിയം അതുപോലെ സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രശ്നമാണ് അതിൽ നിന്ന് പുറത്തു വരുന്ന റേഡിയോആക്റ്റീവ് ന്യൂക്ലൈഡ്സ് വെള്ളത്തിലും കഴയിലും പുഴയിലൊക്കെ കരങ്ങി ഇങ്ങനെ പുറത്തു വന്നാൽ അതൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ റേഡിയോആക്റ്റീവ് ഓറ് പ്രോസസ്സ് ചെയ്യുമ്പോഴും ഈ പ്രശ്നമുണ്ട്. എന്താ ഓറെന്ന്? മിനറൽ ഓറൊക്കെ നിങ്ങൾക്ക് കണ്ടില്ലേ? അയിര്. Industrial and medical research. Researchers in the industrial and medical fields often include the use of radionuclide, which produce harmful radiation effects. Other sources. Advanced technological implements such as color television, X-ray fluoroscope, radars, and even luminous dials of watches and clocks cause radiation pollution. മറ്റ് മൈനർ ആയിട്ടുള്ള സോഴ്സസ് എന്ന് പറയുന്നത് ഏതാ? അതർ സോഴ്സസ്. ഇൻഡസ്ട്രിയൽ മെഡിക്കൽ റിസർച്ച് നിങ്ങൾക്ക് അറിയാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. എന്താ സംഗതി? ഇപ്പോൾ മെഡിക്കൽ റിസർച്ചിൽ ഒരുപാട് ഈ എന്താ പറയുക സ്കാനിങ്ങുകളൊക്കെ ഒരുപാട് ഉപയോഗപ്പെടുന്നുണ്ട്. റേഡിയോന്യൂക്ലൈഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കാനിങ്, ഈ അയോഡിൻ 131 സിമുലേഷൻ, ടോമോഗ്രാഫി എന്നൊക്കെ പറയുന്ന കുറേ സംഗതികളൊക്കെ ഉണ്ട്. ടോമോഗ്രാഫി. എനിവേ അത് അതർ സോഴ്സസ് നമ്മൾ പറയുന്നത് എക്സ്റേ ഫ്ലോറോസ്കോപ്പ്, റഡാറുകൾ, ഈവൻ ലൂമിനസ് ഡയൽസ്. നമ്മൾ വാച്ചുകളുടെ ക്ലോക്കുകളിലൊക്കെ ഡയലുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാൽ ഇലൂമിനേറ്റഡ് ആയിട്ട് കാണുന്ന സമയം കാണാൻ പറ്റും നമുക്ക്. അങ്ങനെയുള്ള അതിലൊക്കെ ഈ റേഡിയം പോലെയുള്ള റേഡിയത്തിന് കുറച്ചുകൂടി എഫക്റ്റീവ്നെസ് കൂടുതലാണ്. വളരെ റേഡിയോ ആക്റ്റീവ് പവർ കുറവുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അതിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന് ആ ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ ഫോസ്ഫോറസെൻസ് എന്ന ഫിനോമിന അതിലുള്ളത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഈ കാണാൻ പറ്റും. അതുപോലെ ഐഡോൾസ്, ഈ വിഗ്രഹങ്ങൾ, രൂപങ്ങളൊക്കെ തിളങ്ങുന്ന രൂപങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്ലോക്കുകൾ, ഇതൊക്കെ റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അടുത്ത ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യമാണ് എഫക്ട്സ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ. ഇതൊക്കെ വളരെ എളുപ്പമായിട്ട് സ്പീഡിൽ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. റേഡിയേഷൻ പൊല്യൂഷൻ മാനിഫെസ്റ്റ് ഇറ്റ്സ് ഡിസാസ്റ്റർസ് എഫക്ട്സ് ഓൺ ഓൾ കൈൻഡ്സ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്. Radiation damage depends upon the type of radiation as well as on the period and frequency of exposure. Some very general effects of exposure to ionized radiations are as follows. പ്രധാനപ്പെട്ട എഫക്റ്റുകളാണ് ഈ പറയുന്നത്. Sublethal dose of radiation can cause symptoms like nausea, vomiting, diarrhea, loss of appetite and general weakness within a few hours of exposure. നമുക്ക് ഈ റേഡിയേഷൻ ഡോസ് കിട്ടിയാൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് ബോഡിയിൽ പതിക്കുന്ന റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി ഡോസ് എന്നാണ് നമ്മൾ പറയാൻ. ഡോസ് കൂടുന്നതനുസരിച്ച് കുറയുന്നതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എന്താ പറയുക, നമുക്ക് മരിച്ചു പോകാൻ പാകത്തുള്ള ഡോസ് വന്നില്ലെങ്കിൽ തന്നെ അതാണ് സബ്ലെത്താൽ ഡോസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് താഴേക്കുള്ള ഡോസ് ആണെങ്കിൽ കൂടി നമുക്ക് ആകെ ഒരു അസ്വസ്ഥ, ജലദോഷം, ശ്വാസം മുട്ട്, നൊസിയ എന്ന് പറയുന്നതാണ്, ഛർദ്ദിക്കാൻ ഫീലിംഗ്, ഡയറിയ, ലൂസ് മോഷൻ, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, വിശപ്പില്ലാത്ത കേസ്, പൊതുവെയുള്ള ക്ഷീണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തത് exposure to acute doses would produce symptoms of nausea, vomiting, diarrhea, etc. initially and would cause death within a few weeks. അപ്പോൾ കുറച്ചധികം ഡോസ് കൂടിയാൽ, അക്യൂട്ട് ഡോസസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കും, ഈ ലക്ഷണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ 1-2 ആഴ്ചക്കുള്ളിൽ ചിലപ്പോൾ 1 അല്ലെങ്കിൽ ഒരു 5-10 ദിവസത്തിനുള്ളിൽ നമ്മൾ തട്ടിപ്പോകും. Third one, long-term exposure to even small quantities of radiations would cause cancers including leukemia. The leukemia നിങ്ങൾക്കറിയാം, ബ്ലഡ് ക്യാൻസർ പോലെയുള്ള, തൈറോയ്ഡ് ക്യാൻസർ പോലെ പല ക്യാൻസറുകളും വളരെ ചെറിയ റേഡിയേഷൻ കുറേ കാലം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എഫക്റ്റ് ആകുമ്പോൾ പ്രശ്നം ഉണ്ടാകും. അടുത്ത 4ാമത്തെ, ഈവൻ ഷോർട്ട് ടേം എക്സ്പോഷർ ടു സ്ലൈറ്റ്ലി ലാർജർ ക്വാണ്ടിറ്റീസ് ഓഫ് റേഡിയേഷൻ ക്യാൻ കോസ് ക്യാൻസർ ഓഫ് ദ ബ്രസ്റ്റ്,
thyroid, lung, or even brain. ക്യാൻസർ തന്നെ പലതരത്തിലുള്ള ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, തൈറോയ്ഡ് ക്യാൻസർ, ലങ് ക്യാൻസർ, ബ്രെയിൻ ക്യാൻസർ അങ്ങനെയൊക്കെ ഉണ്ടാവും. റേഡിയേഷൻസ് ക്യാൻ, അഞ്ചാമത്തെ പോയിന്റ്, റേഡിയേഷൻസ് ക്യാൻ ബ്രേക്ക് ഡൗൺ എൻസൈംസ്, പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് ആൻഡ് thereby causes various metabolic disorders. മെറ്റബോളിക് ഡിസോർഡറുകൾ ബോഡിയിൽ ഉണ്ടാക്കും. അടുത്തൊന്ന്, റേഡിയേഷൻസ് ക്യാൻ കോസ് ഇന്റേണൽ ബ്ലീഡിംഗ് ആൻഡ് ബ്ലഡ് വെസൽ ഡാമേജ് വിച്ച് ബിക്കം എവിഡന്റ് ആസ് റെഡ് സ്പോട്ട്സ് ഇൻ ദ സ്കിൻ. റേഡിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ടത് അറിയാൻ പറ്റുക ഈ പറഞ്ഞ ഇന്റേണൽ ഹെമറേജ് ഉണ്ടാവും, ഈ പറയുന്ന ബ്ലീഡിംഗ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഈ സ്കിന്നിൽ ചെറിയ റെഡ് സ്പോട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാണാം. കണ്ണിലോ ഈ എന്താ പറയുക സ്കിന്നിലൊക്കെ റെഡ് സ്പോട്ട്സ് ഉണ്ടായാൽ നമുക്ക് ഉറപ്പാണ്. Seventh one, radiations can damage eye cells and induce cataract. നമുക്ക് തിമിരം ബാധിക്കാൻ സാധ്യതയുണ്ട്. എട്ടാമത്തെ, radiations can cause bone marrow depression, kidney and liver disorders, damage to reproductive organs and gastrointestinal disorders. നമ്മുടെ ബോഡിയിൽ ഈ റേഡിയേഷൻ തട്ടിയാൽ നമുക്ക് എന്താ പറയുക ഈ മജ്ജ, അസ്ഥിരുള്ളിൽ ഉണ്ടാവുന്ന ഒരു ടിഷ്യൂ ആണ് മജ്ജ എന്ന് പറയാം, ബോൺമാരോ അത് ചുരുങ്ങിപ്പോവും. ബോൺമാരോ ഡിപ്രഷൻ, കിഡ്നിയിൽ ഈ ലിവർ ഡിസോർഡറുകളൊക്കെ ഉണ്ടാക്കും. ഡാമേജ് ടു റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് പ്രധാനപ്പെട്ട ഒരു എഫക്റ്റാണ്. ഈ കുട്ടികൾ ഉണ്ടാവാനോ അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെ അംഗവൈകല്യം സംഭവിക്കാൻ സാധ്യത ചെറിയ അളവിൽ തന്നെയാണെങ്കിലും. അതുപോലെ വയറ് സംബന്ധമായ അസുഖങ്ങൾ, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകും. 9, radiations produce genetic effects including gene mutations and chromosomes abnormalities which are transmitted to the next generation. കുട്ടികൾക്ക് അംഗവൈകല്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് റേഡിയേഷൻ അടിച്ചു കഴിഞ്ഞാൽ. 10th one, exposure to radiations kills plant cells and thereby destroys vegetation. ഒരുപാട് റേഡിയേഷൻ പുറത്തു വന്നാൽ ഈ പ്ലാന്റ്സിനും ചെറിയ തോതിൽ ഇങ്ങനെ താങ്ങും, പ്ലാന്റ് സെല്ലൊക്കെ നശിച്ചു പോകും, അങ്ങനെ വെജിറ്റേഷൻ കംപ്ലീറ്റ് പൊക്കളയും. 11th point, water pollution by radioactive materials destroys aquatic population through radiation effects. കടലിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കും, കടലിലെ ജീവജാലങ്ങളൊക്കെ ചത്തുപോകും. ഇനി കൺട്രോൾ ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ. Radiation pollution can be avoided only through preventive and safety measures. X-rays for diagnostic purposes and radiations for therapy should be used as sparingly as possible, and adequate protection should be made available to the persons who carry out these operations. എന്താ പറഞ്ഞേ, എക്സ്റേ ഒക്കെ നമ്മൾ എടുക്കുന്നിടത്ത് അത് എടുക്കുന്ന എക്സ്റേ ടെക്നീഷ്യന് പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് ഷീൽഡ്സ്, ഈ പ്രത്യേകിച്ച് ഗൊണാഡുകൾ, റിപ്രഡക്റ്റീവ് ഓർഗൻസിനെ കവർ ചെയ്യാനുള്ള ഈ ലെഡ് കൊണ്ടുണ്ടാക്കിയ ഒരു കവറിങ്ങൊക്കെ അവർക്കുണ്ടാവും. നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എന്താ പറയുക കിഡ്നി പാഡ് കണ്ടില്ലേ, അതുപോലെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ അവർക്കുണ്ട്. അതുപോലെ വയറിൻ്റെ ഭാഗം അതൊക്കെ കവർ ചെയ്യാനുള്ള ഭാഗങ്ങളുണ്ട്, അവരുടെ കൂട്ടിനുള്ളിൽ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉപയോഗിക്കണം. അസ്വച്ച് ഇപ്പോൾ കൊറോണ വരുമ്പോൾ എന്ത് ഉപയോഗിക്കണേ, ഒരു PPE എന്ന് പറയണേ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. അതുപോലെ എക്സ്റേസ് ഉപയോഗിക്കുന്നവർക്കും PPE ഉണ്ട്, ആ PPE അവർ ഉപയോഗിക്കും. പിന്നെ എന്താ പറഞ്ഞാൽ ഈ കഴിയാവുന്നത്ര ചുരുക്കാൻ, എക്സ്റേ അല്ലെങ്കിൽ സ്കാനിങ് കഴിയാവുന്നത്ര ചുരുക്കാൻ. ഇപ്പം നമ്മളവിടെ ഒരു കൈ ഒന്ന് ഉളുക്കി വേദന ഉടനെ എക്സ്റേ എടുക്കാൻ വിടും, അത് വേറെ എന്തിനാ, അവർക്ക് പൈസ കിട്ടാനാണ്. കാരണം ഒരു 100-200 രൂപ ആ പേര് പറഞ്ഞ് മേടിച്ചെടുക്കാം. ആവശ്യമില്ലെങ്കിലും എക്സ്റേ പല കേസുകളും എനിക്കറിയാം, നേരിട്ടറിയാവുന്ന പല കേസുകളാണ്. 2, high chimneys and high ventilators should be used at places where radioactive contamination is high. റേഡിയോആക്റ്റീവ് കണ്ടാമിനേഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഹൈ ചിമ്മിനി, ഹൈ വെന്റിലേറ്ററുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. While working with radionuclides, hoods, gloves and masks made of protective materials should be used. റേഡിയോ ന്യൂക്ലൈഡ് പെരുമാറുമ്പോൾ അതിനു വേണ്ട ഈ ഹുഡ്, ഹെൽമെറ്റ് പോലത്തെ സാധനം, ഗ്ലൗസ്, മാസ്കുകൾ, ഈ പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ളത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഓറുകൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പോകുന്ന മൈനുകളിൽ പോകുമ്പോൾ അവിടെ റേഡിയേഷൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതുപോലെ ഉപയോഗിക്കണം. 4th one, production of radio isotopes must be minimized. റേഡിയോ ന്യൂക്ലൈഡ്സിൻ്റെ പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്താൽ തന്നെ കുറേ, കാരണം ഇത് ഒരിക്കൽ ഭൂമിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ പിന്നെ ഒരിക്കലും നശിച്ചു പോവില്ല. അതിൻ്റെ ഹാഫ് ലൈഫ് അനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു വരുന്നതല്ലാണ്ട് ഒരിക്കലും നശിച്ചു പോവില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഡിയോ തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന കൊബാൾട്ട് 60, അതുപോലെയുള്ള അയോഡിൻ 130 അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസം, അതുപോലെ 40 ദിവസമാണ്, അങ്ങനെ ഏതാണ്ടൊക്കെയാണ് സമയങ്ങൾ.
അപ്പോൾ ഓരോ 40 ഹാഫ് ലൈഫ് 40 ദിവസമാണ് എന്താ അർത്ഥം? ഓരോ 40 ദിവസത്തിലും അതിൻ്റെ എമൗണ്ട് പകുതിയായിട്ട് കുറയും. അതിങ്ങനെ അടുത്ത 40 ദിവസം ഓൺലൈൻ്റെ പകുതി, വീണ്ടും അതിൻ്റെ പകുതി, ഒരിക്കലും അവസാനിക്കില്ല. അത് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 5ാമത്തെ പോയിന്റ്, എക്സ്ട്രീം കെയർ ഷുഡ് ബി ടേക്കൺ ഡ്യൂറിങ് ദി ഡിസ്പോസൽ ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് കളയുമ്പോൾ നല്ല ശ്രദ്ധാപൂർവ്വം ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് ദോഷമായിട്ട് വരും. കാരണം കടലിനടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സുനാമിക്ക് ഒന്ന് പുറത്ത് വരും. അത് മനസ്സിലായല്ലോ അല്ലേ? അതായത് കഴിയുന്ന വേസ്റ്റ് ഇല്ലാണ്ട് നോക്കുക. ഉണ്ടായാൽ നിവൃത്തിയില്ല, ഇല്ലാതിരുന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. 6ാമത്തെ പോയിന്റ്, all safety precautions should be taken to prevent leakage of radiation from nuclear reactors and power plants. സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം പറ്റാവുന്നതിനടുത്തേക്ക് ന്യൂക്ലിയർ റിയാക്ടറിൽ, പവർ പ്ലാന്റുകളിൽ. 7ാമത്തെ, the number of nuclear installations should be minimized. ന്യൂക്ലിയർ പ്ലാന്റോ ന്യൂക്ലിയർ ബോംബോ ഒക്കെ ഏറ്റവും മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു ട്രീറ്റി ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഇന്റർനാഷണൽ റൂള്. അതനുസരിച്ചാണ് അവർക്ക് തർക്കമൊക്കെ ഉണ്ടായിരുന്നത് ഇന്ത്യക്കായിട്ട്. അതെന്ന് വെച്ചാൽ എല്ലാ വികസിത രാജ്യങ്ങളും അത്യാവശ്യം അവർക്ക് വേണ്ട ആറ്റം ബോംബുകൾ, റേഡിയോ ആക്റ്റീവ് ഫ്യൂവൽസ് ഇഷ്ടം പോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവരെ കളക്ട് ചെയ്തതിനു ശേഷം ഇനി ആരും കളക്ട് ചെയ്യരുത്, ഇനി ഈ നിയമം മൂലം, ഇന്റർനാഷണൽ ആയിട്ടുള്ള ഈ നിയമം മൂലം ഇനി ആരും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള പ്ലാന്റുകൾ, റേഡിയോ ആക്റ്റീവ് റിയാക്ടറുകൾ ഇതൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞാൽ, ബോംബ് ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ പറയാ, അത് കുടിലബുദ്ധിയുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം കിങ് ജോങ് ഉന്നിന്റെ പ്രശ്നം അതാ. ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ഒരു ദാർഷ്ട്യത്തിൽ കൈകാര്യം ചെയ്യുന്ന കാരണം അതാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം പറയാം, നമ്മുടെ ഡിസ്കഷൻ അതല്ലല്ലോ. 8ാമത്തെ പോയിന്റ്, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ്, ടെസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ഷുഡ് ബി ബാൻഡ് കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് എ ന്യൂക്ലിയർ വാർ വുഡ് ഒബിയസ്ലി വൈപ്പ് ഔട്ട് ദ എൻറ്റയർ ഹ്യൂമൻ റേസ് ഫ്രം ദ എർത്ത്. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ വാറുകളിൽ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തില്ലെങ്കിൽ ഇനിയൊരു തലമുറ ബാക്കി ഉണ്ടാവുന്നതിനെ കണ്ടറിയേണ്ടി വരും. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 റേഡിയേഷൻ ഡിസാസ്റ്ററുകൾ, ആക്സിഡന്റുകളാണ് പറയുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റോളൊക്കെ ആയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതും കൂടി പറഞ്ഞ അവസ്ഥയാണ്. ചെർണോബിൽ ഡിസാസ്റ്റർ, റഷ്യയിലെ ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിയ ഏറ്റവും പ്രധാന ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ഒന്നായിരുന്നു ചെർണോബിൽ. ഇവിടെ സംഭവിക്കുന്നത് ചെർണോബിൽ ഡിസാസ്റ്റർ. ചെർണോബിൽ is considered as the worst nuclear disaster up to date. ഇതുവരെ ഉണ്ടായാലും ഏറ്റവും അപകടകരമായ പ്രശ്നമുള്ള അപകടം. It occurred in April 26, 1986. ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചു, ചിലപ്പോൾ അതൊക്കെ ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാറുണ്ട്. It occurred in April 26, 1986. And a sudden surge in power during reactor systems test resulted in an explosion and fire that destroyed Unit 4. നേരത്തെ പറഞ്ഞു പവർ പ്ലാന്റുകൾ ഒറ്റ യൂണിറ്റായിട്ട് ആരംഭിക്കാറില്ല. കാരണം അനുബന്ധ സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഒന്നിച്ചെടുക്കുന്നതിൻ്റെ പേരിൽ 4, 5, 6 യൂണിറ്റുകൾ. ഇപ്പോൾ കൂടംകുളം പ്ലാന്റിൽ ഇപ്പോൾ 2 യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. 2 യൂണിറ്റ് ഇപ്പോൾ ഉടനെ കമ്മീഷൻ ചെയ്തു പറയുന്നു. അവർ 6 യൂണിറ്റാണ് പ്ലാൻ ചെയ്യണമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് കൃത്യം അറിയില്ല. അവിടെ ഒരിക്കൽ പോകണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, ഇതുവരെ നടന്നിട്ടില്ല. ഫിസിക്സ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റഡി ടൂറൊക്കെ ഭാഗത്തേക്ക് വേണേൽ വെക്കാം. അവർ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിലെ എന്താ പറയുക, ചീഫ് നമ്മുടെ തൃശ്ശൂരുള്ള ഒരാളായിരുന്നു, ഒരു സുരേഷെന്നോ സന്തോഷ് എന്ന പേരുള്ള ഒരാളായിരുന്നു. ഒരിക്കൽ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പുള്ളി വന്നിട്ടുണ്ട്. പുള്ളിയുടെ ചീഫായിരുന്നു ഈ സുരേഷ്. തൃശ്ശൂർക്കാരനാണ്, നമ്മുടെ കൂർക്കഞ്ചേരിയിലാണ് അവരുടെ വീട്. പുള്ളി കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, എന്നാലും ഈ പരിചയമുള്ള ആൾക്കാരുണ്ട്, നമുക്ക് സൗകര്യപൂർവ്വം പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യൂണിറ്റ് 4 പെട്ടെന്നൊരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, സഡൻ ഹൈ വോൾട്ടേജ് വന്നു. അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയതാണ്. അപ്പോൾ ഒരു എക്സ്പ്ലോഷനും ആകെ തീപിടുത്തമായി. മാസീവ് എമൗണ്ട്സ് ഓഫ് റേഡിയേഷൻ എസ്കേപ്ഡ് ആൻഡ് സ്പ്രെഡ് അക്രോസ് ദ വെസ്റ്റേൺ സോവിയറ്റ് യൂണിയൻ ആൻഡ് യൂറോപ്പ്. റേഡിയേഷൻ കണ്ടമാനം പുറത്തേക്ക് കടന്നു സോവിയറ്റ് യൂണിയൻ, വെസ്റ്റേൺ സോവിയറ്റ് യൂണിയൻ ആൻഡ് യൂറോപ്പിൽ. ആസ് എ റിസൾട്ട് ഓഫ് ഡിസാസ്റ്റർ അപ്രോക്സിമേറ്റ്ലി 20,000 പീപ്പിൾ എന്ന് പറഞ്ഞാൽ 2,20,000 ആൾക്കാർ had to be relocated from their homes. വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു. Unit 4 was to be shut down for routine maintenance. A test was conducted to determine the plant equipment's ability to provide sufficient electrical power to operate the reactor core cooling system and emergency equipment during the transition period between the loss of main station electrical power supply and start of the emergency power supply. അത് ആ കോസാണ് പറയുന്നത്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യം അത് എന്തായിരുന്നു പറയുന്നത്, ഇതിൽ കോസാണ്. യൂണിറ്റ് 4 റൂട്ടീൻ മെയിൻ്റനൻസിന് വേണ്ടി അടയ്ക്കാൻ നിൽക്കുകയായിരുന്നവർ. കാരണം ഓരോ പ്ലാന്റിനും ഇപ്പോൾ 1-2 യൂണിറ്റുകൾ വയ്ക്കാനുള്ള കാരണം എപ്പോഴും ഒരു യൂണിറ്റ് അല്ലെങ്കിൽ 1-2 യൂണിറ്റുകൾ റിസർവ് ആയിട്ട് വയ്ക്കുക ചെയ്യുക.
ഒരു യൂണിറ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് തോന്നുമ്പോഴോ അല്ലെങ്കിൽ മെയിൻ്റനൻസിന് വേണ്ടി നിർത്തുമ്പോഴോ വേറെ യൂണിറ്റ് ഓൺ ആക്കിയിട്ട് അതിൽ പവർ പുറത്തേക്ക് പോകുന്നതൊക്കെ വേറെ ആ യൂണിറ്റിൽ കൊടുക്കും. അപ്പോൾ ഇതിനെ ഫ്രീ ആക്കിക്കൊണ്ട് ഇതിൽ മെയിൻ്റനൻസ് നടത്തും. അതുകൊണ്ടാണ് ഈ 5 or 6 യൂണിറ്റുകൾ 8 യൂണിറ്റുകളുള്ളവരെ അല്ലെങ്കിൽ 10 യൂണിറ്റുള്ള സ്ഥലങ്ങളൊക്കെ വരെ ഉണ്ട്. അപ്പോൾ യൂണിറ്റ് 4 അർച്ചന ഉദ്ദേശിച്ചേക്കായിരുന്നു. അപ്പോൾ ഒരു ടെസ്റ്റ് നടത്തി നോക്കിയതാണ്, ഈ ഹൈ വോൾട്ടേജ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഹൈ വോൾട്ടേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ആ റിയാക്ടർ കൂളിംഗ് സിസ്റ്റം അതിൻ്റെയൊക്കെ ടെസ്റ്റ് ആയിരുന്നു, അത് തകരാറായി. അങ്ങനെ ലോസ് ഓഫ് മെയിൻ സ്റ്റേഷൻ ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ആൻഡ് സ്റ്റാർട്ടപ്പ് ദ എമർജൻസി പവർ സപ്ലൈ ഒക്കെ ഉണ്ടായി. Workers did not implement adequate safety precautions or alert operators to the electrical test risk. അപ്പോൾ ഈ ഇതിനെപ്പറ്റി പരിചയമുള്ള ഈ ടെസ്റ്റ് നടത്തിയ ആൾക്കാർ ആവശ്യ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ ഇങ്ങനെ ടെസ്റ്റ് നടത്തുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പം ശ്രദ്ധിച്ചിരുന്നുള്ള പ്രിക്കോഷൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല. This lack of awareness led the operators to engage in actions that diverge from safety procedures. അങ്ങനെ പരിചയക്കുറവ് മൂലം അവർക്ക് ഈ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക സേഫ്റ്റി അതിനോട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് നടത്താൻ അവർക്ക് സാധിച്ചില്ല, കാരണം അവരുടെ പരിചയക്കുറവ് മൂലം. Consequently, a sudden power surge resulted in an explosion and nearly complete destruction of the reactor. ആ റിയാക്ടർ കംപ്ലീറ്റ് പൊട്ടിത്തെറിച്ചു. The fires that broke out in the building contributed to the extensive radioactive releases. ആ തീയില് പെട്ടെന്ന് പടർന്നു പിടിച്ച തീയില് ബിൽഡിങ്ങിനകത്ത് എക്സ്റ്റെൻസീവ് റേഡിയോ ആക്റ്റീവ് റിലീസ് എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് റേഡിയേഷൻസും റേഡിയോ മെറ്റീരിയൽസും പുറത്തേക്ക് തള്ളപ്പെട്ടു. A bungled experiment at one of the facilities for reactors created a sudden power surge, which in turn led to a series of blasts that blew the 1,000-ton steel top of the reactor. റിയാക്ടറിന്റെ മോഡൽ ഉണ്ടാക്കിയത് 1,000 ടൺ ഭാരമുള്ള ഒരു സ്റ്റീൽ ക്യാപ്പ് ഉൾപ്പെടെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. കാരണം എർത്ത് ക്വേക്ക് വന്നാലോ വലിയൊരു ബോംബ് എക്സ്പ്ലോഷൻ വന്നാലോ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അതൊക്കെ തള്ളി തെറിച്ച് പോയി. A lethal cloud of radioactive material gathered over the nearby town of Pripyat. ടൗണിലെ ഈ സോവിയറ്റ് യൂണിയൻ സ്ഥലത്തിന്റെ പേരാണ്, നമുക്ക് വായിക്കൊള്ളാത്ത പേരുകളൊക്കെയാണ്. Pripyat, which was not evacuated until 36 hours after the explosion, before waiting over large parts of യൂറോപ്പ്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞേ, ഒരു റേഡിയോ ആക്റ്റീവ് ക്ലൗഡ് തന്നെ ആ ഭാഗത്ത് ഫോം ചെയ്തു അവിടെ. അപ്പോൾ ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് പകരം 36 അവർ വരെ എടുത്തു ആ എക്സ്പ്ലോഷൻ കഴിഞ്ഞ ശേഷം ആൾക്കാരെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് ഈ പ്രിപ്പയർഡ് എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ അത് പ്രശ്നമായി. Soviet officials tried to keep the disaster under wraps, but on April 28, Swedish radiation monitoring stations located more than 800 miles from Chernobyl reported radiation levels 40% higher than normal. ഇതുവരെ ഒളിച്ചു വയ്ക്കുകയാണ് ചെയ്ത ഈ അധികാരികൾ, ഈ സോവിയറ്റ് ഒഫീഷ്യൽസ്. അത് ഈ അപകടം പുറത്തുവിട്ടില്ല, കാരണം പുറത്തുവിട്ടാൽ മറ്റു രാജ്യങ്ങൾ നഷ്ടപരിഹാരം ചോദിച്ചു കളയും. പക്ഷേ സ്വീഡനിലുള്ള റേഡിയേഷൻ മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ 800 മൈൽ അകലെ നിൽക്കുന്ന ഈ സ്റ്റേഷനുകൾ ഈ നോർമൽ റേഡിയേഷൻ ലെവലിനേക്കാൾ ഒരു 40% റേഡിയേഷൻ കൂടി വരുന്നത് ശ്രദ്ധപ്പെട്ടു. അങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ പ്രശ്നം. ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ അപ്പോൾ ഇതിവിടെ കഴിഞ്ഞു. ഇതായിരുന്നു അതിൻ്റെ പ്രശ്നങ്ങൾ. ഇനി ഹിരോഷിമ ആൻഡ് നാഗസാക്കിയാണ് അടുത്തത്. ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ ഇൻസിഡൻ്റ് ആണ്. ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ ഓൺ August 6, 1945, the US dropped the atomic bomb on Hiroshima in Japan. ലിറ്റിൽ ബോയ് എന്നൊക്കെ അതിന് വിളിച്ചിരുന്നത്, നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും. 3 days later, a second atomic bomb, Fat Man, was dropped in the city of Nagasaki. കുറച്ചുകൂടി വലിപ്പമുള്ള സാധനമായിരുന്നു, അതുകൊണ്ടാണ് അതിന് ഫാറ്റ് മാൻ എന്ന് പേരിട്ടിരുന്നത്. നാഗസാക്കിയിൽ കൊണ്ടിട്ടു. These were the only times nuclear weapons have been used in the war. യുദ്ധത്തിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചത് ആദ്യമായിട്ടാണ്. അതുവരെ വേറെ ഉപയോഗിച്ചിട്ടുണ്ടായില്ല. ടെസ്റ്റിംഗ് കൂടിയായിരുന്നു അവരുടെ. പക്ഷേ ഈ യുദ്ധം ഉണ്ടായാൽ ഇതൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ആണവശക്തിയിൽ എന്ന് പറയുന്ന രാജ്യങ്ങൾ മാത്രമല്ല മറ്റൊരു പൈസ കൊടുത്ത് മേടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂക്ലിയർ വെപ്പണുകളുള്ള ആക്രമണമായിരിക്കും, അതായത് ലോകത്തിന്റെ അവസാനമായിരിക്കും ഈ യുദ്ധം ഉണ്ടായാൽ. ഹിരോഷിമയിൽ എന്ത് സംഭവിച്ചെന്ന് പറയുന്നത് ഇമ്പാക്ട് അറ്റ് ഹിരോഷിമ. Hiroshima stands on a flat river delta with few hills to protect sections of the city. The bomb was dropped on the city center, an area crowded with wooden residential structures and places of business. അപ്പോൾ എന്താ പറയുക, ഒരു ഹിൽ എന്താ പറയുക റിവർ ഡെൽറ്റയിലായിരുന്നു ഹിരോഷിമ ഉണ്ടായിരുന്നത്. അതിന് ചുറ്റും 1-2 കുന്നുകളൊക്കെ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തതാണ്. അതിന് ബോംബ് അവിടെ കൊണ്ടിട്ടപ്പോൾ സിറ്റി സെന്ററിൽ കൊണ്ടിട്ടപ്പോൾ
വുഡൻ റെസിഡൻഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ബിസിനസ് ഉള്ള സ്ഥലങ്ങളിൽ കണ്ടമാനം തിക്കുനിരക്കുള്ള സ്ഥലമായിരുന്നു ജനവാസമുള്ള മേഖല. These factors mean that the death toll and destruction in Hiroshima was particularly high. ആൾക്കാർക്ക് ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ റേഡിയേഷൻ പുറത്തേക്ക് പോകാൻ സാധിച്ചില്ല. കാറ്റ് വഴിക്ക് റേഡിയേഷൻ പുറത്തു പോകില്ല. കാരണം എന്താ, ഈ ക്ലൗഡ്സ് ചുറ്റുകളും കുന്നുകളായിരുന്നു, താഴ്ന്ന പ്രദേശമായിരുന്നു, റിവർ ഡെൽറ്റ ആയിരുന്നു. അതുകൊണ്ട് റേഡിയേഷൻ പുറത്ത് കാറ്റ് വഴിക്കൊന്നും പോയില്ല. ഫയർ സ്റ്റോം ഇൻ ഹിരോഷിമ ultimately destroyed 13 square kilometers, 5 square miles of the city. 13 സ്ക്വയർ കിലോമീറ്റർ സിറ്റി മുഴുവൻ നശിപ്പിച്ചു കളമെന്ന് പറയുന്നത് തീ. Almost 63% of the buildings in Hiroshima were completely destroyed after the bombing, and nearly 92% of the structures in the city had been either destroyed or damaged by blast and fire. 63% building completely destroyed, but 90% structures ഡാമേജ്ഡോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ തന്നെ ഒരുമാതിരിക്ക് നശിപ്പിക്കപ്പെട്ടു പോയി ആ തീയിലും പുകയിലും പെട്ട്. എസ്റ്റിമേറ്റ്സ് ഓഫ് ടോട്ടൽ ഡെത്ത്സ് ഇൻ ഹിരോഷിമ ഹാവ് ജനറലി റേഞ്ച് ബിറ്റ്വീൻ എത്ര 1,00,000 and 1,80,000, 1 lakh and 1,80,000 out of population of 3,50,000. അപ്പോൾ ആലോചിച്ച് നോക്കി, പോപ്പുലേഷൻ്റെ ഇപ്പോൾ 1,80,000 എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയോളാണ്, ടോട്ടൽ പോപ്പുലേഷൻ്റെ പകുതിയോളാണ് അഫക്റ്റ് ചെയ്യപ്പെട്ടത്. ഈ ഇമ്പാക്റ്റഡ് നാഗസാക്കി. നെക്സ്റ്റ് പോയിന്റ്. Due to the hilly geography of Nagasaki and the bombing focus being away from the city center, the excessive damage from the bombing was limited to the Urakami Valley and part of downtown Nagasaki. എന്താ പറഞ്ഞേ, ഈ നാഗസാക്കി എന്ന് പറഞ്ഞ സ്ഥലം എവിടെയായിരുന്നു? ഈ യുറാക്കാമി എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്തായിരുന്നു. അതിന് താഴ്വര യുറാക്കാമി വാലി എന്ന് പറയുന്നു. അവിടെ എക്സസീവ് ഡാമേജ് അവിടെ ഉണ്ടാക്കി ബോംബിംഗ് കാരണം. The center of Nagasaki, the harbor and historic district were shielded from the blast by the hills around the Urakami River. അതും ഈ പറഞ്ഞ പോലെ താഴ്ന്ന പ്രദേശമായിരുന്നു, ചുറ്റിനും ഈ കുന്നുകളായിരുന്നതിൻ്റെ പേരിൽ എന്താ പറയുക, ഒരു ഹാർബർ ഉണ്ടായിരുന്നു അവിടെ. ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റ് അത് ഈ പറഞ്ഞ ബ്ലാസ്റ്റിൽ നിന്ന് അല്ലേ. ദ സെൻറ്റർ ഓഫ് നാഗസാക്കി, ദ ഹാർബർ ആൻഡ് ദ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്ട് were shielded from the blast by the hills around the Urakami River. അപ്പോൾ നഗരത്തിൻ്റെ കേന്ദ്രവും ആ ഹാർബറൊക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടു ആ ഈ ഹിൽസ് കാരണം കൊണ്ട്. എന്നാലും ഒരുപാട് നാശനഷ്ടങ്ങൾ വരെ ഉണ്ടായി. ദ ന്യൂക്ലിയർ ബോംബിംഗ് ഡിഡ് നെവർദലെസ് പ്രൂവ് devastating, with approximately 22.7% of Nagasaki's building were being consumed by flames, but the death toll and destruction was less than in Hiroshima. ഒരുപാട് നാശനഷ്ടം ഉണ്ടായെങ്കിലും ഹിരോഷിമയേക്കാൾ ഉണ്ടായേക്കാൾ കൂടുതൽ. വലിയ ബോംബ് എവിടെയായിരുന്നു? നാഗസാക്കിയിലായിരുന്നു. ഫാറ്റ്മാൻ, മറ്റേ ലിറ്റിൽ ബോയ് ഏകദേശം 1,020 1,002 കിലോഗ്രാം മറ്റുള്ളതായിരുന്നു ഈ ലിറ്റിൽ ബോയ്. യുറേനിയം കൊണ്ടുണ്ടാക്കിയ യുറേനിയം 235 കൊണ്ടുണ്ടാക്കിയ ബോംബായിരുന്നു. ഇവിടെ അതിനേക്കാൾ കൂടുതലുള്ള ബോംബായിരുന്നു. 3-3.5 ടണ്ണോ മറ്റുണ്ടായിരുന്നതിൻ്റെ ഓർമ്മ ഇനി ഞാൻ കൃത്യം മറന്നുപോയി. അതിവിടെ വിഷയമല്ല. ഫാറ്റ്മാൻ എന്ന് വിളിക്കുന്ന ബോംബ്. Estimates of casualties from Nagasaki have generally ranged between 50,000 and 1 lakh. 100,000 or 1 lakh. അപ്പോൾ ഹിരോഷിമയിൽ എത്ര ഉണ്ടായിരുന്നേ? 1 lakh 1,80,000 ആയിരുന്നെങ്കിൽ ഇവിടെ അതിൻ്റെ പകുതിയായിരുന്നു. അതെ, നോക്കി നോക്കി. The fact that the Nagasaki bomb was more powerful and also the narrowing effect of the surrounding hills did mean that physical destruction in the Urakami Valley was even greater than Hiroshima. നാഗസാക്കിയിലെ ബോംബ് കൂടുതൽ ശക്തിയുള്ളതായിരുന്നു. അതുപോലെ ആ ഹിൽസിൻ്റെ കാരണം നാരോവിങ് എഫക്റ്റ്, വളരെ ഇടുങ്ങിയ സ്ഥലത്തായിരുന്നു വീണത്. അതുകൊണ്ട് ഫിസിക്കൽ ഡിസ്ട്രക്ഷൻ ഇൻ ദ യുറാക്കാമി വാലി അത് ഹിരോഷിമയേക്കാൾ ഉണ്ടായാലും ആൾനാശം കുറവായിരുന്നു. എന്നാലും വളരെയധികം ആൾക്കാർ മരിച്ചുപോയി എന്ന് പറയപ്പെടുന്നത്. വിർച്വലി നത്തിങ് വാസ് ലെഫ്റ്റ് സ്റ്റാൻഡിങ്. ഒന്നും ബാക്കി ഉണ്ടായില്ല പരിസരത്ത്. ഇത്രയാണ് നമുക്ക് ഈ റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കാണാനുള്ളത്. കുറച്ച് സ്പീഡിലൊക്കെയാണ് പറഞ്ഞത്, എന്നാലും നിങ്ങൾക്ക് പോസ് ചെയ്ത് കാണാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എനിവേ ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചതായിരുന്നു ഈ നോട്ട്സൊക്കെ ഞാൻ എൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഏതാ? http://chemnot.weebly.com. അതിൽ ഈ നോട്ട്സൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, ഈ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. എക്സ്പ്ലനേഷൻ ഫർദർ വേണമെങ്കിൽ, വേറെ എന്തെങ്കിലും ഹെൽപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ. ഒരു റെഗുലർ ക്ലാസ് തുടങ്ങാതെ മുഴുവൻ എഫക്റ്റീവായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും തൽക്കാലം ക്ലാസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതേ മാർഗമുള്ളൂ. അപ്പം ഇന്ന് രണ്ടാമത്തെ ടൈപ്പ് പൊല്യൂഷനോടെ ഞാൻ നിർത്തി. ഏതാ? റേഡിയേഷൻ പൊല്യൂഷൻ.
ഓക്കെ, കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാൻ ഉള്ളത്, നിങ്ങൾ എനിക്ക് 26 പേരുടെ ലിസ്റ്റ് തന്നെ എല്ലാവരും ഉപയോഗിച്ച ഇമെയിൽ ഐ ഡി എനിക്ക് തന്നിട്ടുണ്ട്. ആ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് ഞാൻ നിങ്ങളെ ഈ ഗ്രൂപ്പിലേക്ക് ചേർത്തിട്ടുള്ളത്. പക്ഷേ ഈ എല്ലാവരും ജോയിൻ ചെയ്തിട്ടില്ല. ഒരു 15-16 പേര് എനിക്ക് കാണുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ജോയിൻ ചെയ്തവർക്ക് അതിൻ്റെ ക്ലാസ് കോഡ് അതിനകത്ത് കാണും അല്ലേ? ക്ലാസ് കോഡ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. ആ ക്ലാസ് കോഡ് അവർക്ക് കൊടുത്താൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഈ ഓപ്പൺ കോഴ്സിൽ, എൻവയോൺമെന്റ് കെമിസ്ട്രി ഓപ്പൺ കോഴ്സിലുള്ളത്. ക്ലാസ്സുകൾ മിസ്സായാൽ അവർ ജയിച്ചു പോകാനുള്ള സാധ്യത കുറഞ്ഞു വരും. മനസ്സിലായല്ലോ അല്ലേ? എന്നാൽ നിർത്തിക്കോട്ടെ. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ. ഓക്കെ.